നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെ സർവകലാശാല വിസിമാർ RSS പരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും. വിസിമാർക്ക് വീഴ്ച പറ്റിയെന്നും അന്തസ്സില്ലാത്ത പണിയെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഗത്യന്തരമില്ലാതെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണമെന്നും മാപ്പ് പറഞ്ഞാൽ കാര്യങ്ങൾ അവസാനിക്കില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. തിരുവനന്തപുരത്ത് നടന്ന സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പരിപാടിയിലാണ് 3 പ്രധാന സർവകലാശാലകളുടെ വിസിമാർ പങ്കെടുത്തത്. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ D മാവൂത്ത്, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് എന്നിവരാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളായി RSS മേധാവിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവത്കരണത്തിന്റെ തെളിവാണിതെന്നും ആശങ്കയുണ്ടാക്കുന്ന സംഭവമെന്നും പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചു. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പിടിമുറുക്കാൻ RSS ശ്രമിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. രാഷ്ട്രീയ അപകടം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി വിഷയം അതീവ ഗൌരവമായി കാണുന്നുവെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. നടപടി കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വിസിമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണ്. വിസിമാർ കേരളത്തോട് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിലപാട് വ്യക്തമാക്കി. സർവകലാശാലകളുടെ മതേതര സ്വഭാവത്തെ അട്ടിമറിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് സർവകലാശാല വിസിമാരിൽ നിന്ന് തന്നെ ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന്റെ പ്രതികരണം. മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മാപ്പ് പറയണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായിട്ടും കാവ്യവൽക്കരിക്കാൻ വേണ്ടി, RSS വൽക്കരിക്കാൻ വേണ്ടി, ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടന്നാൽ അതിനെ കേരളത്തിലെ ജനങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കേണ്ട കാര്യമില്ല, അവരെല്ലാം ശക്തിയായിട്ട് അതിന് എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം വിസിമാർ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് BJPയുടെ ചോദ്യം. അപ്പോൾ ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് RSS പരിപാടിയിൽ വൈസ് ചാൻസലർമാർ ചെയ്തത് വലിയ അപരാധമാണ്, വലിയ ഗൗരവമുള്ള തെറ്റാണ് എന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കാര്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിശദീകരിക്കണം. സംഭവത്തിൽ ഇടത് യുവജന സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. വിവാദങ്ങൾക്കൊടുവിൽ ദേവസ്വം പ്ലീഡർ നിയമനം റദ്ദാക്കിയെങ്കിലും നിയമനത്തിൽ ദുരൂഹത ആരോപിച്ചും സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചും പ്രതിപക്ഷം. KB പ്രദീപ് രാജിവെച്ചെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക രേഖകൾ കിട്ടിയിട്ടുണ്ടാകില്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ചോദ്യം. പ്ലീഡർ നിയമനങ്ങളിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോണും ഇന്ന് രംഗത്തെത്തി. വിവാദമായതിന് പിന്നാലെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി VD സതീശൻ സർക്കാർ നിയമിച്ച KB പ്രദീപ് രാജിവെച്ചെങ്കിലും വിഷയം പ്രതിപക്ഷം വീണ്ടും ഉയർത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതികളായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായ KB പ്രദീപ് ചുമതലയേറ്റതിനു ശേഷം കേസിലെ നിർണായക രേഖകൾ കണ്ടിട്ടുണ്ടാകില്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ഒരു ധൃതി ഇതിൽ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ധൃതി? അനാവശ്യ ധൃതി എന്തായിരുന്നു? അതിന് ഇടയാക്കിയത് എന്തായിരുന്നു? രാജിവെച്ചതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിലയ്ക്ക് ഇത് കാണാൻ പറ്റുമോ? ഏതെങ്കിലും കടലാസുകൾ ആ അഡ്വക്കേറ്റിന്റെ കയ്യിലുണ്ടെങ്കിൽ സെർച്ച് ചെയ്തത് കണ്ടെത്തണം. KB പ്രദീപിന്റെ നിയമനത്തിന്റെ ഉത്തരവാദിത്തം നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശനാണെന്നും പിണറായി കുറ്റപ്പെടുത്തി. നിയമനത്തിൽ കോൺഗ്രസിന് അകത്തുനിന്നും വിമർശനം ഉയരുകയാണ്. ഒസ്യത്ത് കൊടുക്കേണ്ട പരിപാടിയല്ല ഗവൺമെന്റ് പ്ലീഡർ നിയമനമെന്ന് ജിൻഡോ ജോൺ 24നോട് പറഞ്ഞു. ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് 10 വർഷം അധികാരമില്ലാത്ത കാലത്തും ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് എന്ന ആത്മവിശ്വാസത്തോടെ ആർജവത്തോടെയും പറഞ്ഞ കുറേ വക്കീലന്മാരുണ്ട്. അവരൊക്കെ അവഗണിക്കപ്പെടുമ്പോൾ അവിടെ CPMകാരോ CPIക്കാരോ അല്ലെങ്കിൽ സംഘപരിവാർ ബന്ധങ്ങളുള്ള ആളുകളൊക്കെ വന്നാൽ അതിന് ഒരു തരത്തിലും രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ പരിഗണിക്കപ്പെടുന്നു എന്ന് കേൾക്കുന്നു. ഇത് ബന്ധു നിയമനത്തിന് പറ്റിയൊരു മേഖലയല്ല. കാരണം ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടായി നമ്മൾ കണ്ടിട്ടില്ല. പാർട്ടിയിലും വിമർശനമുയർന്നതോടെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിൽ കർശന പരിശോധനയ്ക്ക് നിയമവകുപ്പ് നിർദ്ദേശം നൽകി. ഇതുവരെയുള്ള നിയമനങ്ങൾക്ക് പുറമെ ഇനി നടത്താനുള്ള 43 പ്ലീഡർമാരുടെ നിയമനത്തിലും അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും പരിശോധന നടത്തും. 24 തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടി നടപടി തീരുമാനിക്കാൻ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നാളെ ചേരാനിരിക്കെ ഗുരുതര വെളിപ്പെടുത്തലുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A. പത്മകുമാർ. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ തന്നെയും ADGP S. ശ്രീജിത്തിനെയും ബോധപൂർവം മാറ്റി നിർത്തിയെന്ന് അടുത്ത സുഹൃത്തുക്കളോട് പത്മകുമാർ വെളിപ്പെടുത്തി. ആത്മകഥയിൽ സ്വർണ്ണക്കൊള്ള വിഷയത്തിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് പത്മകുമാർ പറഞ്ഞു. ആത്മകഥ പാർട്ടിയെ ബാധിക്കില്ലെന്നാണ് CPIM-ന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പരിശോധനകൾക്കായി SIT സംഘം സന്നിധാനത്തെത്തി. മിഥുനമാസ പൂജകൾക്കായി നട തുറന്ന ശേഷമാണ് പരിശോധന തുടങ്ങിയത്. പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴത്തെ ഭാഗവും SIT പരിശോധിക്കുന്നുണ്ട്. അതേസമയം സാമ്പിൾ ശേഖരണം ഇന്നുണ്ടാകില്ല. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. നിപ്പയിലും പകർച്ചവ്യാധികളിലും കൊമ്പുകോർക്കുകയാണ് ഭരണപ്രതിപക്ഷങ്ങൾ. വ്യാപനം തടയുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയമെന്ന് കുറ്റപ്പെടുത്തി പ്രതിപക്ഷം രംഗത്തുവന്നു. കോഴിക്കോട് ക്യാമ്പ് ചെയ്യേണ്ടതില്ലെന്നും തിരുവനന്തപുരമാണ് ഏകോപനത്തിന് എളുപ്പമെന്നുമാണ് ആരോഗ്യമന്ത്രി K. മുരളീധരന്റെ മറുപടി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനയെ മാറ്റിയതിലും ഭരണപ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടി. നിപ്പ സ്ഥിരീകരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പ്രതിപക്ഷം. പകർച്ചവ്യാധികൾ തടയാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിലും ഏകോപനത്തിലും സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻ സർക്കാരിന്റെ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് പിണറായി വിജയന്റെ വിമർശനം. രോഗം വ്യാപിക്കാനുള്ള സാധ്യത കണ്ടാൽ ഏകോപനം വളരെ പ്രധാനമാണ്. മന്ത്രി കൂടി ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തുന്ന നിലയാണ് മുൻകാലങ്ങളിൽ കേരളം കണ്ടിരുന്നത്. അത്തരമൊരു ജാഗ്രത കാണാനില്ല എന്നതാണ് നിർഭാഗ്യകരമായ വശം. അമേരിക്കയിലിരുന്ന് മന്ത്രിസഭയെ നിയന്ത്രിച്ചയാളാണ് പിണറായി വിജയനെന്ന വിമർശനത്തിന് ആരോഗ്യമന്ത്രി K. മുരളീധരന്റെ മറുപടി. ഏകോപനത്തിന് തിരുവനന്തപുരമാണ് നല്ലതെന്നും മന്ത്രി. മുമ്പ് 2018 അന്ന് ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ആരോഗ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുന്നത്. ഒരു സെൻട്രലൈസ്ഡ് പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടെ സൗകര്യം തിരുവനന്തപുരമാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ മാറ്റിയതിലും വിമർശനവുമായി പിണറായി വിജയൻ. സിസ്റ്റത്തോടുള്ള നിസ്സഹകരണം കാരണമാണ് മാറ്റിയത് എന്നാണ്. വകുപ്പിലെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനം നിലവിലുള്ളതാണ്. അത് തകർക്കാൻ കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്താ സമ്മേളനത്തിന് ഒപ്പമിരുന്നിട്ടും രോഗിക്ക് നിപ്പ സ്ഥിരീകരിച്ചെന്ന് ഉച്ചയ്ക്ക് വന്ന ഫലം തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചില്ലെന്ന് മന്ത്രി. ഒഫീഷ്യൽ വിവരം കിട്ടുമ്പോൾ മന്ത്രി അറിയിക്കുന്നല്ലേ കളക്ടർ വിചാരിക്കും. DHSനെ മാറ്റണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് ഗവൺമെന്റും മന്ത്രിയാണ്. അവരേതായാലും സർക്കാരുമായി പൂർണ്ണമായിട്ട് സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു DHSനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. വന്യജീവി ആക്രമണങ്ങളിൽ വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ പ്രതികരണങ്ങൾ ജനങ്ങളെ പരിഹസിക്കുന്നതും നിരുത്തരവാദപരമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം, കോഴിക്കോട്. കോഴിക്കോട് ഫറോക്കിൽ നിപ്പ വ്യാപനം ഇല്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. വൈറസ് ബാധിതന്റെ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട സാഹചര്യമില്ല. രോഗം സ്ഥിരീകരിച്ച 45-കാരന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് രോഗലക്ഷണങ്ങളില്ല. സംസ്ഥാനത്ത് ഇതുവരെ 130 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമന്ത്രി K. മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ചേർന്ന ഉന്നതതല യോഗത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി. രോഗവ്യാപനം സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി പ്രതികരിച്ചു. പിന്നെ നിലവിൽ പുതിയ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ ലക്ഷണം ഉണ്ടായിരുന്ന 11 പേരെ പരിശോധിച്ചു. ഇന്ന് അതിന്റെ റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഡിവിഷൻ 5 അവിടെ 320 വീടുകളിലെ 1047 പേരെ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാൻ സർവേ നടത്തി. ആർക്കും തന്നെ നിലവിൽ നിപ രോഗലക്ഷണങ്ങളില്ല. നിപ്പ ബാധിച്ച 43-കാരനായ ഫാറൂഖ് സ്വദേശിയുടെ രോഗാവസ്ഥ മാറ്റമില്ലാതെ തുടരുകയാണ്. മോണോക്ലോണൽ ആന്റിബോഡി ആദ്യ ദിവസം നൽകിയെന്നും ഒരു മരുന്ന് ബഹ്റിനിൽ നിന്നും എത്തിച്ച് ആദ്യ ഡോസ് നൽകിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മരുന്നുകളില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും മന്ത്രി. അഡ്മിറ്റായ അന്ന് തന്നെ റിബാവറിൻ മരുന്ന് കൊടുത്തു തുടങ്ങി. അന്ന് തന്നെ 12-ാം തീയതി മുതലാണ് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് കൊടുത്തു. റെംഡെസിവിർ മരുന്ന് ഇന്ത്യയിലൊരിടത്തും ഉണ്ടായിരുന്നില്ല. ആദ്യം ചെന്നൈയിലുണ്ടെന്ന് പറഞ്ഞു. ചെന്നൈയിൽ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. 2021 ശേഷം ഈ മരുന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നാണ് കിട്ടിയ പ്രാഥമിക വിവരം. ഹൈ റിസ്ക് സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾക്കും നിപ്പ സ്ഥിരീകരിച്ചിട്ടില്ല. രോഗിയുമായി അടുത്തിടപഴകിയവർക്ക് ജൂൺ 10 മുതൽ പ്രതിരോധ മരുന്നുകൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇതുവരെ 130 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്തുന്നുണ്ട്.
ഹോട്ടൽ പരിശോധന കർശനമാക്കിയതായും വിദ്യാലയങ്ങളിലെ കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 24 കോഴിക്കോട്. KSRTC ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്കായുള്ള സൗജന്യ യാത്ര നാളെ മുതൽ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. അതേസമയം ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് CPIMന്റെ തീരുമാനം. ചരിത്രപരമായ വിഡ്ഢിത്തമെന്നാണ് CPMന്റെ ബഹിഷ്കരണ തീരുമാനത്തിൽ ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രതികരണം. നാളെ മുതൽ പ്രിയദർശിനി സൗജന്യ KSRTC ഓർഡിനറി ബസ്സുകൾ നിരത്തിൽ ഓടിത്തുടങ്ങും. തിരുവനന്തപുരം സെൻട്രൽ KSRTC ബസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടന ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി ബസ്സിൽ യാത്ര ചെയ്യും. ഓർഡിനറി ബസ്സുകളെ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കറുകൾ ബസ്സുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ UDF സർക്കാർ പറഞ്ഞതല്ല നടപ്പിലാക്കിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM MLA-മാർ പരിപാടി ബഹിഷ്കരിക്കുമെന്നും പ്രതികരണം. നിങ്ങൾ പറയുന്നതൊന്നുമല്ല നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ കാര്യം വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങളോ സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. ഇല്ല, അത് വളരെ ആളെ പറ്റിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ട് വാഗ്ദാന ലംഘനം ഉണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. ഇതൊക്കെ നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോ UDF സർക്കാർ പറഞ്ഞു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കും KSRTC ബസ്സിൽ. അത് KSRTC ബസ്സിലെന്നാണ് പറഞ്ഞത്. പിന്നെ KSRTCയുടെ ഇന്ന ബസ് എന്ന് അന്ന് പറഞ്ഞിട്ടില്ല. പരിപാടിയിൽ നിന്നും വിട്ടുനിന്നാൽ LDF-ന് ബസ് മിസ്സാകുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനും അഭ്യർത്ഥിച്ചു. ഞാൻ ബഹിഷ്കരിക്കരുത് എന്ന് ഞാൻ ഔപചാരികമായി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇത് തൊഴിലാളി സ്ത്രീകൾക്ക് ലഭിക്കുന്ന, സാധാരണക്കാരായ വർക്കിംഗ് വിമൻ ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യം ഗവൺമെൻറ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു തൊഴിലാളി വർഗ പാർട്ടി അതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ CPIM-നോട് അഭ്യർത്ഥിക്കുന്നു. നിലവിൽ പതിച്ചിരിക്കുന്ന പ്രിയദർശിനി സ്റ്റിക്കറുകൾക്ക് പകരം പുതിയ ലോഗോയും KSRTC തയ്യാറാക്കുന്നുണ്ട്. അതേസമയം KSRTCക്ക് നൽകാനുള്ള പണം ബാങ്ക് വഴി ഓവർ ഡ്രാഫ്റ്റായി നൽകാനാണ് സർക്കാർ തീരുമാനം. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനം തുടരുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ഉടൻ സ്ലൊവാക്യയിലേക്ക് തിരിക്കുന്ന മോദി 16-ാം തീയതി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രാൻസിലേക്ക് തിരികെ എത്തും. ഉച്ചകോടിയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയും നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിലെ ആദ്യപാദമാണ് പുരോഗമിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര പ്രതിരോധ സഹകരണം ശക്തമാക്കാനുള്ള നടപടികൾ ചർച്ചയായി. ഫ്രഞ്ച് നഗരമായ നൈസിലെത്തിയ പ്രധാനമന്ത്രിയും ഇമ്മാനുവൽ മാക്രോണും ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് എന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഇന്ത്യയുടെ AI കരുത്തിനെ ഇമ്മാനുവൽ മാക്രോൺ പ്രകീർത്തിച്ചു. ഇന്ത്യക്കും ഫ്രാൻസിനും പൊതുവായ കാഴ്ചപ്പാടാണ് ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഭാരത് और फ्रांस का रिश्ता कुछ ऐसा ही है. इस रिश्ते में शेयर्ड वैल्यूज हैं, शेयर्ड विजन भी है और इसी रिश्ते की नींव पर हमने साथ मिलकर नई पहले शुरू की है. ഇന്ന് സ്ലൊവാക്യയിലേക്ക് തിരിക്കുന്ന മോദി ഈ മാസം 16-ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് നഗരമായ ഈവിയാനിലേക്ക് മടങ്ങിയെത്തും. 17-ാം തീയതി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയും നടക്കും. 24 ഡൽഹി. പശ്ചിമേഷ്യ സമാധാന തീരത്തേക്ക് അടുക്കുകയാണ്. ഇറാനുമായുള്ള സമാധാന കരാർ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കരാർ ഒപ്പിടാനുള്ള സമയം തീരുമാനിച്ചിട്ടില്ലെന്നാണ് ഇറാന്റെ പ്രതികരണം. കരാർ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇറാൻ പൂർണ്ണമായും തള്ളാത്തത് സമാധാന പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഇറാനുമായുള്ള സമാധാന കരാർ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയെങ്കിലും കരാറിൽ അവ്യക്തത തുടരുകയാണ്. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ട്രംപ്. ഇറാൻ ഒരു തരത്തിലും ആണവായുധം ലഭിക്കില്ലെന്ന് കരാറിലൂടെ ഉറപ്പാക്കും. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക കൈവശപ്പെടുത്തി ഉചിതമായ സമയത്ത് നശിപ്പിക്കും. കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ അന്തിമമായ ബദൽ മാർഗം തേടുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഒബാമയുടെ കാലത്തുണ്ടാക്കിയ ദുർബലമായ കരാറല്ല ഇറാനുമായി ഉണ്ടാക്കുന്നതെന്നും ട്രംപ്. എന്നാൽ കരാറിന്റെ ചട്ടക്കൂട് അന്തിമമായിട്ടില്ലെന്നും ഇന്ന് കരാർ ഒപ്പിടില്ലെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ കരാർ യാഥാർത്ഥ്യമായേക്കുമെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇടക്കാല കരാർ ആദ്യഘട്ടം മാത്രമാണെന്നും അത് പാലിക്കപ്പെടുന്നതിനനുസരിച്ചാകും ആണവ ചർച്ചകളെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി.
കരാർ വെർച്വലായി ഒപ്പിടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കരാർ ഇലക്ട്രോണിക് മാർഗത്തിലൂടെയാകും ഒപ്പിടുകയെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലച്ച യുദ്ധം അവസാനിപ്പിക്കാൻ വഴി തെളിയുന്നുവെന്നത് പശ്ചിമേഷ്യയിൽ സമാധാന പ്രതീക്ഷകൾ നൽകുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഒമാൻ തീരത്ത് കുടുങ്ങിയ കപ്പലിൽ ചികിത്സ ലഭിക്കാതെ ഇന്ത്യൻ നാവികന് ദാരുണാന്ത്യം. MT സെലസ്റ്റിയൽ എന്ന കപ്പലിലെ സെക്കൻഡ് ഓഫീസറും തമിഴ്നാട് സ്വദേശിയുമായ നിഷാന്ത് ഉയർത്തനാഥനാണ് മരിച്ചത്. ഇതിനിടെ ഒമാൻ തീരത്ത് മുങ്ങിയ മറ്റൊരു പായ്ക്കപ്പലിലെ 14 ഇന്ത്യക്കാരെ അമേരിക്കൻ നാവികസേന രക്ഷപ്പെടുത്തി. കപ്പലുകൾക്ക് നേരെയുള്ള അമേരിക്കൻ ഇടപെടലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. MT സെലസ്റ്റിയൽ കപ്പലിലെ നാവികൻ നിശാന്ത് ഉയർത്തുന്നതാണ് ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഒമാൻ തീരത്ത് വെച്ച് മരിച്ചത്. മൃതദേഹം കഴിഞ്ഞ 3 ദിവസമായി കപ്പലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹം കേടുവരാതിരിക്കാൻ സഹപ്രവർത്തകർ തണുത്ത വെള്ളം നിറച്ച കുപ്പികൾ ഉപയോഗിക്കുന്ന ധാരണ സാഹചര്യമാണ് നിലവിലെന്ന് ഫോർവേഡ് സീമാൻ യൂണിയൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. എന്നാൽ മൃതദേഹം ഉടൻ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതിനിടെ ഒമാൻ തീരത്ത് അപകടത്തിൽപ്പെട്ട പായ്ക്കപ്പലിലെ 14 ഇന്ത്യക്കാരെ US നാവികസേന രക്ഷപ്പെടുത്തി. കപ്പൽ മുങ്ങുന്ന വിവരം ഇന്ത്യൻ നാവികസേനയെ അറിയിച്ച അമേരിക്ക ലൈഫ് റാഫ്റ്റുകൾ നൽകിയാണ് ഇവരെ രക്ഷിച്ചത്. അതേസമയം കപ്പലുകൾക്കെതിരായ അമേരിക്കൻ ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശബ്ദനാണെന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കുറ്റപ്പെടുത്തി. അമേരിക്കൻ ഉത്തരവുകൾ അനുസരിക്കുന്ന സേവകനെ പോലെയാണ് പ്രധാനമന്ത്രിയുടെ പെരുമാറ്റമെന്നും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചു. 24 ഡൽഹി. പിണറായി വിജയനെ ആലിംഗനം ചെയ്യാനാകില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത മുറുകുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ CPIM വിമർശനത്തിനെതിരെ ആഞ്ഞടിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തുവന്നു. പരാമർശത്തിൽ CPIMനെ പിന്തുണച്ചും രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുമാണ് 24നോട് CPI ജനറൽ സെക്രട്ടറി D രാജ പ്രതികരിച്ചത്. We have our fights, but if you are asking me to go and hug the ex-Chief Minister of Kerala, I cannot and I will not, because I have an ongoing political fight with him. So we have to be flexible and we have to realize that there is a full-scale assault on us. പിണറായി വിജയനെതിരായ രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകളിൽ ഇന്ത്യ മുന്നണിയിൽ ഭിന്നത കടുക്കുന്നു. രാഹുലിന്റെ പരാമർശത്തിൽ കോൺഗ്രസും ഇടത് പാർട്ടികളും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുകയാണ്. പിണറായി ആലിംഗനം ചെയ്യാൻ രാഹുലിനോട് ആരും പറഞ്ഞിട്ടില്ലെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ 24നോട് പറഞ്ഞു. കോൺഗ്രസിനെ പോലെ എല്ലാവരും യോഗത്തിലെ പരാമർശങ്ങൾ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ സഖ്യത്തിലെ ഐക്യം എന്താകുമെന്ന ചോദ്യമാണ് CPI ഉയർത്തുന്നത്. The India Alliance parties will have to do serious introspection. He could not have made such a speech. We pointed out, what is this he is speaking, hugging? Who asked him to go and hug? Now it is for the people of the country to know the level how Congress conducts itself. തർക്കം മുറുകുന്നതിനിടെ CPIMനെതിരെ KC വേണുഗോപാൽ അതിരൂക്ഷ വിമർശനം നടത്തി. കേരളം വിട്ടാൽ കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും പിന്തുണ കൊണ്ട് മാത്രം പാർലമെന്റിൽ അംഗത്വം നിലനിർത്തുന്ന പാർട്ടിയാണ് CPIM എന്ന് KC വേണുഗോപാലിന്റെ മറുപടി. രാജസ്ഥാനിലും തമിഴ്നാട്ടിലും രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് CPIM വോട്ട് തേടി ജയിച്ചുവെന്നും KC വേണുഗോപാൽ തുറന്നടിച്ചു. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്കെതിരെ ഹൈദരാബാദിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇടതു പാർട്ടികൾ കടുത്ത അതൃപ്തി അറിയിക്കും. യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഇടതു പാർട്ടികളുടെ പരിഗണനയിലുണ്ട്. 24 ഡൽഹി. അവതാരങ്ങളെ പരിശോധിക്കണമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. CPIയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ അങ്ങനെ അവതാരങ്ങൾ വന്നോ എന്ന് അന്വേഷിക്കുകയാണ് ബിനോയ് വിശ്വം ആദ്യം ചെയ്യേണ്ടതെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. തീർച്ചയായും അത് അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിക്കുന്നത് നല്ലതാണല്ലോ. അതിന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പാർട്ടികൾക്കും അതിന്റെ ബാധ്യതയുണ്ട്. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവതാരങ്ങൾ കൂടെ ചുറ്റിപ്പറ്റി നടന്നിരുന്നോ എന്ന് അന്വേഷിക്കലാണ്. അതാണ് ആദ്യം നടത്തേണ്ടത്. അതെ, അതിനെപ്പറ്റി വേറെ പ്രശ്നമില്ല. അതിനെപ്പറ്റി നിങ്ങളാരും ശങ്കിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഒരു പ്രശ്നം അതിനെപ്പറ്റിയില്ല.
ഇപ്പോൾ ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക്. ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകി മമതാ പക്ഷത്തുള്ള തൃണമൂൽ കോൺഗ്രസ് എംപിമാർ കീർത്തി ആസാദ്, സാഗരിക ഘോഷ് എന്നിവരാണ് ഓം ബിർളയുടെ വസതിയിൽ എത്തിയത്. വിമതരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് അഭിഷേക് ബാനർജി എഴുതിയ കത്താണ് നൽകിയത്. വിമത എംപിമാർ നാളെ സ്പീക്കറെ കാണാനിരിക്കുകയാണ് നീക്കം. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, TMCയുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ചും മമതയുടെ ഭാഗത്തുനിന്നുമുള്ളൊരു അവസാന നീക്കം എന്ന രീതിയിൽ ഇതിനെ കാണാൻ കഴിയുമോ? എന്താണ് ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്? വിമത നീക്കം അത് ഏത് രീതിയിലാണ് നേരിടാൻ പോകുന്നത് മമത? വിമത നീക്കത്തിന് തടയിടാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം. നാളെ വിമതപക്ഷത്തുള്ള എംപിമാർ ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് ഓം ബിർളയെ കാണാൻ ഒരുങ്ങുന്നതിന് മുൻപെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മമതാ പക്ഷത്തുള്ള എംപിമാരുടെ തിരക്കുട്ടുള്ള നീക്കം വന്നിരിക്കുന്നത്. നേരിട്ട് ഓം ബിർളയുടെ വസതിയിലെത്തി കീർത്തി ആസാദ് അതുപോലെ തന്നെ സാഗരിക ഘോഷ് എന്നുള്ള എംപിമാർ കണ്ടിരിക്കുന്നു. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ ഒരൊറ്റ പാർട്ടിയായി അംഗീകരിക്കണം, കണക്കാക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റ് വിഭാഗങ്ങൾക്കോ ഘടകങ്ങൾക്കോ ഒന്നും തന്നെ സ്ഥാനമില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തടയിടണം, അത് ഒരു തരത്തിലും അംഗീകരിക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്നുള്ള തരത്തിൽ അഭിഷേക് ബാനർജി കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ലോക്സഭാ സ്പീക്കർക്ക് ഈ കത്ത് എഴുതി നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നാളെ എംപിമാർ ഇദ്ദേഹത്തെ ലോക്സഭാ സ്പീക്കറെ കാണാൻ എത്തുമെന്നും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുമെന്നും വാർത്താ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം അറിഞ്ഞു. എന്നാൽ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കരുത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മമതാ പക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.